ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഒരിക്കലും ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് എനിക്ക് നിങ്ങളിലേക്കും ഇത് എത്തിക്കണം തോന്നി. കാരണം നിങ്ങളിലേക്ക് എത്തുമ്പം ഇതെനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആകും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഈ വീഡിയോ പുതിയതായിട്ട് എത്തുന്നവർക്ക് നമ്മളെ അറിയില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാനിപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 1 ഇയറോളം ആയി. 1 ഇയറോളം ആയിട്ടുണ്ട് എങ്കിലും ഞാനിതൊരു ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ട് ഒരു 6 മന്ത് ആയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതലും ചെയ്യുന്നത് എന്താ പറയുക, ലൈവ് സ്ട്രീം ആണ് ഏറ്റവും കൂടുതലും ചെയ്യുന്നത്. ഷോർട്സും വീഡിയോസും ഒക്കെ വളരെ കുറവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്നവർക്കറിയാം നമ്മൾ ലൈവ് സ്ട്രീം ഏറ്റവും കൂടുതലും ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്നും അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള റീസൺ എന്താണെന്നും നമുക്ക് ഈ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെ ഞാനും ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതലും ചെയ്യുന്നത് ലൈവ് സ്ട്രീം ആയിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് കുറച്ചൊന്ന് ആക്റ്റീവ് ആയതിനു ശേഷം എനിക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ആക്റ്റീവ് ആക്കാൻ തുടങ്ങിയത്. അതായത് അതിനകത്ത് റീലും കാര്യങ്ങളും ഒക്കെ ഇടാനും അതേപോലെ തന്നെ അതിനകത്ത് കുറച്ചൊന്ന് ആക്റ്റീവായി നിൽക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ പൊതുവേ ഞാൻ അതിനകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഞാൻ വീഡിയോ ഇടും, അത് എത്രയായി എങ്ങനെയായി എന്നൊക്കെ എടുത്തു വെച്ച് നോക്കും. അല്ലാതെ അതിനെക്കാട്ടിലും അല്ലെങ്കിൽ റീല് സ്ക്രോൾ ചെയ്ത് നോക്കും. അപ്പൊ ഇതിനകത്ത് വരുന്ന മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ഒരാളിൽ നിന്ന് തന്നെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ഐ ഡി എന്റെ കയ്യിലേക്ക് എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ ഐ ഡി ആണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു ഐ ഡിയുടെ പ്രൊഫൈൽ എനിക്കത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. കാരണം പോസ്റ്റ് അൺഅവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുകയായിരുന്നു. എനിക്ക് ആ പോസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഫുള്ള് എന്റെ ഫോട്ടോ ആണ്. അതായത് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ്, പേരെന്റേതല്ല. പക്ഷെ അതിൽ ഫുള്ളും എന്റെ ഫോട്ടോസും വീഡിയോസും ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. കാരണം എന്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോരുത്തരും ഫേക്ക് ഐ ഡീസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഫേക്ക് ഐ ഡീസ് തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വലിയ വലിയ ആക്ടേഴ്സ് അല്ലെങ്കിൽ അത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്നവര് അല്ലെങ്കിൽ അത്രയും റീച്ച് ആയിട്ട് നിൽക്കുന്നവരുടെയൊക്കെ ചാനലുകളും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ടായി നമ്മളിങ്ങനെ വളർന്നു വളർന്ന് വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഐ ഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. എന്താണെന്നുള്ള അറിയാത്തൊരു സിറ്റുവേഷനിലോട്ടായിപ്പോയി. അപ്പോൾ ഞാൻ അതിനകത്ത് ഫോട്ടോസ് ഞാൻ അവരോട് പറഞ്ഞിട്ട് ആ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പിച്ചു. അപ്പൊ അതിനകത്ത് കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും ഫുള്ളും ഒന്നുപോലും എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസോ വീഡിയോസോ ഒന്നുമില്ല. അതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഫുള്ള് എന്റെ യൂട്യൂബിന്റെ ലൈവ് സ്ട്രീം വീഡിയോയും അതേപോലെ തന്നെ ലൈവിന്റെ ഹൈലൈറ്റ്സ് വീഡിയോയും ആയിരുന്നു അതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് യൂട്യൂബിലുള്ള ആരോ പണിഞ്ഞിട്ടുള്ള ഒരു പണിയാണെന്ന് മനസ്സിലായി. കാരണം യൂട്യൂബിന്റെ മാത്രം വീഡിയോസ് എടുത്ത് വെച്ച് അതിനകത്ത് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന ആരെങ്കിലും ആണെന്ന് മനസ്സിലായി. അപ്പൊ അതിന് ഞാൻ യൂസർ നെയിം നോക്കി. അപ്പൊ യൂസർ നെയിം കിടക്കുന്നത് വേറെ ഏതോ ഒരു പേരിലായിരുന്നു. അതായത് ഏതോ ഒരു റെയർ നെയിം ആയിരുന്നു. അങ്ങനെ ഒരു പേരിലായിരുന്നു യൂസർ നെയിം കിടക്കുന്നത്. അപ്പൊ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ടെൻഷൻ അടിച്ചെങ്കിലും ഞാൻ എന്റെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആള് എനിക്ക് അത് അയച്ചു തന്നതിന് ശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരും അയക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഐഡിയ ആണോ ഇത്, നിങ്ങളുടെ ഐഡിയ ആണോ എന്ന് ചോദിച്ചിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇതുവരെയും ഞാൻ മെസ്സേജ് അയക്കാത്ത ഫോളോവേഴ്സ് ആണ് കേട്ടോ. എന്നെ ഇതുവരെ ഞാൻ മെസ്സേജ് അയക്കോ എനിക്ക് അറിയാത്തയോ ആയിട്ടുള്ള കുറെ ഫോളോവേഴ്സ് ആണ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. ഇത് നിങ്ങളാണോ ചോദിച്ചിട്ട്. അപ്പോഴത്തേക്കും എനിക്ക് ഫുള്ള് ടെൻഷൻ ആയിപ്പോയി. കാരണം എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങി, ഇത് നിങ്ങളാണോ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. എനിക്കപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോരുത്തരും അയക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ടെൻഷൻ ആയി തുടങ്ങി, ഇത് എന്താണ് എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ആയി തുടങ്ങി. അങ്ങനെ എനിക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിന് ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് അടിച്ച് വിട്ടാൽ മതി. അപ്പൊ അതിനകത്ത് വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 200 സംതിങ് അത്രയൊക്കെ ഫോളോവേഴ്സേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും പറഞ്ഞത് റിപ്പോർട്ട് അടിച്ചു വിടുക, ആരെങ്കിലും ചിലപ്പം ഇങ്ങനെ ആക്കിയതായിരിക്കും, റിപ്പോർട്ട് അടിച്ചു വിടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിന് ഷെയർ കൊടുത്തു. അപ്പോഴത്തേക്കും അവർ റിപ്പോർട്ടൊക്കെ അടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ആ ഒരു ചാനൽ കാണുന്നില്ല, ആ ഒരു ചാനൽ പോയി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് ഓക്കെ ആയി.
അങ്ങനെ ഞാൻ ആ ഒരു കാര്യം വിട്ടു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാനോ എടുക്കാനോ ഒന്നും പോയിട്ടില്ല. അങ്ങനെ വീണ്ടും ഇതേപോലെ കുറെ നാളുകൾക്ക് ശേഷം, ഒരുപാട് നാളൊന്നും ആയില്ല, കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും എനിക്കിങ്ങനെ നേരത്തെ അയച്ച ആള് തന്നെ എനിക്കിങ്ങനെ ഇതേപോലെ അയച്ചു തന്നു, വീഡിയോസ് അയച്ചു തന്നിട്ട് പറഞ്ഞു നിന്റെ പേരിൽ വീണ്ടും ID ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഷെയർ ആക്കാൻ തുടങ്ങി. നിന്റെ ID ആണോ, നിന്റെ ഫേക്ക് ID ആണെന്ന് തോന്നുന്നു, നിന്റെ പേരിൽ പുതിയ ID വീണ്ടും ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് അയക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വീണ്ടും വിചാരിച്ചത് മറ്റേത് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞപ്പോഴത്തേക്കും അടുത്ത വീണ്ടും ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് വീഡിയോ, ഞാൻ തന്നെ വിചാരിക്കുന്നത് ഇതെന്താണ് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോണേന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ആയി. വീണ്ടും ഞാൻ നല്ല രീതിയിൽ ഡൗൺ ആയി. കാരണം ഫസ്റ്റ് ടൈം ഡൗൺ ആയതിനെക്കാട്ടിലും ഞാൻ സെക്കൻഡ് ടൈം വന്നപ്പോൾ ഡൗൺ ആയി. കാരണം അതിന് അതിന്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് കണ്ട അക്കൗണ്ടിനെക്കാട്ടിലും ഏറ്റവും കൂടുതലും ഡൗൺ ആകാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അക്കൗണ്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫോളോവേഴ്സ് കൂടുതൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എനിക്കിപ്പം ഷെയർ ചെയ്ത തന്ന ആള് പറഞ്ഞു ഇത് വെച്ചിട്ട് കുറെ പേയ്മെന്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ടെൻഷനായി പോയി. കാരണം ഏതാന്ന് എനിക്കൊന്നും, അപ്പോഴും എനിക്ക് ഏതാന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ആ പുള്ളിയോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഇത് ടെലഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ട് ടെലഗ്രാമിൽ പോവുകയും അതിനകത്ത് വളരെ വൾഗറായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ് അയക്കണേന്ന് പറഞ്ഞു. ഞാൻ വളരെ ടെൻഷനായി പോയി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുക്കുകയും ടെലഗ്രാമിൽ ലിങ്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് അവരിങ്ങനെ ഇട്ട് കൊടുക്കും. അതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യാം. എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാതിരിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം എന്നെ അറിയാൻ പറ്റാത്ത കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ ക്രിയേറ്റ് ചെയ്ത ID യും അതേപോലെ തന്നെ ആഡ് ചെയ്ത കാര്യങ്ങളും അവൻ വെച്ചിരുന്ന QR കോഡും. അങ്ങനെ ആ ഒരു ലിസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിനകത്ത് കുറെ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കുറെ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവർ കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ QR കോഡാണ്. QR കോഡ് കൊടുത്ത് അതിൽ QRൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് എന്തിനാണോ പേയ്മെന്റ് അയച്ചു കൊടുക്കണത് അതെന്താണെന്നുള്ളത് അവർ കാണിച്ചു കൊടുക്കണത്. അപ്പോ ഇതിനകത്ത് തന്നെ വീഡിയോ കോളിന് ഇത്ര രൂപ, ഫോട്ടോസിന് ഇത്ര രൂപ, ഡെമോ ഫോട്ടോസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ വൾഗർ ആയിട്ടുള്ള മെസ്സേജുകളായിരുന്നു അവർക്ക് അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്ന ഞാൻ വ്യക്തിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു നോക്കൂ. അപ്പോൾ മെസ്സേജ് അയച്ചു നോക്കുമ്പോൾ അവരെങ്ങനെയാണോ റിയാക്ട് ചെയ്യണത്, പേയ്മെന്റ് ചെയ്യുമ്പോൾ അവരെന്താണ് അയച്ചു തരണേന്ന് എനിക്കൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഇപ്പം മോർഫിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. അതെന്താണെന്ന് അറിയാനുള്ള ഒരു ഇതിന്റെ പുറത്ത് ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു ജസ്റ്റ് അതെന്താണെന്നൊന്ന് തിരക്കുമെന്ന് ചോദിച്ചു. കാരണം എന്റെ ടെൻഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോർഫിങ്ങും അതേപോലെ തന്നെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മളെ എങ്ങനെയാണോ അവര് അത് ചിത്രീകരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണോ ആക്കി എടുക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ആ ഒരു ടെൻഷന്റെ പുറത്താണ് ഞാൻ അന്ന് അയച്ച വ്യക്തിയോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ പുള്ളിക്കാരൻ ജസ്റ്റ് ഫോട്ടോസിന്റെ പേയ്മെന്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. QR കോഡ് വാങ്ങിച്ചു. അപ്പൊ QR കോഡ് ഇട്ട് കൊടുത്തു. അപ്പൊ സാധാരണ QR കോഡിൽ നമ്പർ വരുമല്ലോ. അപ്പൊ ഇതിൽ നമ്പർ ഇല്ലായിരുന്നു, പക്ഷെ ഒരു പേരുണ്ടായിരുന്നു. പക്ഷെ പേര് ഒരു ഹിന്ദിക്കാരന്റെ നെയിം ആയിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്. അങ്ങനെ പുള്ളി പേയ്മെന്റ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ആളോട് ചോദിച്ചു എന്ത് ഫോട്ടോസ് ആണ് അയച്ചു തന്നെ ചോദിച്ചു. പറഞ്ഞു അത് ഏതൊക്കെയോ സൈറ്റിൽ നിന്ന് ന്യൂഡ് ആയിട്ടുള്ള കുറെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും എന്റെ ഫോട്ടോസ് അല്ല, വേറെ ഏതൊക്കെയോ ആളുകളുടെ ഫോട്ടോസ് ആണ് അയച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ AI ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെന്റെ അല്ല, വേറെ ആരുടെയൊക്കെയോ ആണ് അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പകുതി ഒരു ആശ്വാസം വീണു. കാരണം നമ്മളെ മോശമായിട്ട് അതിനകത്ത് ചിത്രീകരിക്കുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട്. അങ്ങനെ ഒരു ആശ്വാസം മനസ്സിലുണ്ട് എങ്കിലും ഒരിക്കലും പൂർണ്ണമായിട്ട് എനിക്ക് ആശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു വൾഗറായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടത്തുന്നതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡൗൺ ആയി. എനിക്ക് എന്ത് ചെയ്യണം, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്നും അറിയില്ല. ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചതിന്റെ പുറകിന് തന്നെ വീണ്ടും അടുത്ത ആൾക്കാരായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഫോട്ടോസ് വെച്ച് ഇതേപോലെ ഇത് തുടങ്ങിയിട്ടുണ്ട്, ടെലഗ്രാമിൽ വൾഗറായിട്ടുള്ള വീഡിയോസ് ഒക്കെ അയക്കുന്നുണ്ട്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫുള്ളി ഡൗൺ ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇത് എനിക്ക് പെട്ടെന്ന്, നമുക്കറിയാലോ, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്കത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഡൗൺ ആയിപ്പോയി. എനിക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്റെ ലൈഫിൽ ഇതുവരെയും ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഡൗൺ ആയിരുന്നു.
ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞാൽ, കാരണം പുള്ളിക്കും ആ ഒരു ഇതെങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു. കാരണം പുള്ളിയോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്കുണ്ടായിട്ടുണ്ടാകുന്ന ആ ഒരു ഇത് തന്നെ ആയിരിക്കും എനിക്ക് ഫുള്ളി ടെൻഷനായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിന് ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞു, എന്ത് ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. കുറച്ച് കൂളായതിനു ശേഷം ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ആ ഒരു ടെൻഷന്റെ പുറത്ത് ഞാൻ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കും ആ ഒരു എന്റെ ആ ഒരു ഫീലിങ്സ് തന്നെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് കൂളായതിനു ശേഷം വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിളിച്ച ഫ്രണ്ട്സ് ആരൊക്കെയാണോ അവരൊക്കെ എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചു. ടെൻഷൻ ആവണ്ട, ഇതൊക്കെ നോർമലി നടക്കണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കൂളാക്കി. ഞാൻ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് വേണമെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊന്ന് കൂളായതിനു ശേഷം ഞാൻ പെട്ടെന്ന് ഒന്ന് ഓക്കെ ആയതിനു ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് ഇന്നതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, ഞാൻ വളരെയധികം ടെൻഷനാണ്, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, എനിക്ക് ഫുള്ളി ഞാൻ ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൾ എൻ്റെ അടുക്ക് പറഞ്ഞു, നീ ടെൻഷനൊന്നും അടിക്കണ്ട, അത് നീ ആയിട്ട് ചെയ്തു വെച്ചൊന്നും അല്ലല്ലോ, ഇത് ഫേക്ക് ഐഡി അല്ലേ, നീ അപ്പൊ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല, ഇപ്പോഴത്തെ കാലമല്ലേ, നമുക്കതൊക്കെ സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കുറെ അവൾ ഓക്കെ ആക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകണ്ട, നീ ഹസ്ബൻഡിനോട് കൂടെ പറ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കൂളായതിനു ശേഷം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു റിയാക്ഷൻസ് അല്ലായിരുന്നു എനിക്ക് തന്നത്. പുള്ളി പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട, വലിയ വലിയ ആളുകൾക്ക് വരെ ഇത് സംഭവിക്കുന്നു, അപ്പൊ നീ അത് വലിയ ടെൻഷനായിട്ടൊന്നും എടുക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ അതുകൊണ്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ എവിടെയെങ്കിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സാറന്മാർ എന്നോട് പറഞ്ഞു, ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല, സോഷ്യൽ മീഡിയ അല്ലേ, അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമല്ല, എന്തായാലും നിങ്ങളുടെ പേരോ ഒന്നും അല്ലല്ലോ, നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും അത് മിസ്യൂസ് ആക്കി എന്നുള്ള ഒരു രീതിയിൽ മതി, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കംപ്ലൈന്റ് എഴുതി തരും, നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം, പിന്നെ ഡയറക്റ്റ് സൈബർ സെല്ലിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ശ്രമിക്കുക, പിന്നെ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല, ഇതൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, ഇപ്പൊ ലോൺ ആപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറേ ഇത് തുടങ്ങിയിട്ടുണ്ട്, അപ്പം ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കൂളായി. പിന്നെ അപ്പം എന്നെ കുറേ പേര് ആ ഒരു സമയത്ത് ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം മുമ്പുണ്ടായ ഒരു ടെൻഷനും ഇതൊക്കെ എനിക്കൊന്ന് ഓക്കെ ആയി കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്ത, അതായത് നമ്മൾ ഫസ്റ്റ് ടൈമിൽ കംപ്ലൈൻറ്റ് കൊടുത്ത ആ ഒരു ഐഡിയുടെ നെയിമും അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത പരാതിയും. അപ്പോൾ അന്ന് നമ്മൾ കായംകുളം പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പോയിന്റ് വീഡിയോ ആണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ആ സാറന്മാർ പറഞ്ഞു, ഇതിപ്പോ നമുക്ക് ഇത് ബ്ലോക്ക് ആക്കിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് അവര് എന്താ പറയാ അത് ബ്ലോക്ക് ആക്കിപ്പിക്കുക, അവര് സെൻഡ് ചെയ്ത് കൊടുക്കാം, അവരത് അക്കൗണ്ട് ബ്ലോക്ക് ആക്കിപ്പിച്ച് തരാം, പിന്നെ ഇനി ഇത് ആരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൈബർ സെല്ലിൽ തന്നെ ഡയറക്റ്റ് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്കിത് അക്കൗണ്ട് ബ്ലോക്ക് ആക്കണമെന്ന് പറഞ്ഞു. കാരണം നമുക്കിത് ഫസ്റ്റ് സ്റ്റേജ് അതാണല്ലോ, എനിക്ക് അക്കൗണ്ട് ഒന്ന് ബ്ലോക്ക് ആക്കിപ്പിച്ചില്ലെങ്കിൽ പിന്നെയും ഇത് വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അങ്ങനെ എന്തായാലും അവര് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് കാണിച്ചു തരാം. അങ്ങനെ അത് എന്തായാലും അത് അക്കൗണ്ട് ബ്ലോക്ക് ആക്കി. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് പറഞ്ഞു, ഇപ്പൊ അക്കൗണ്ട് കിട്ടുന്നില്ല, അക്കൗണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയക്കണ ഐഡീസ് ഒന്നും എന്റെ ഫോണിലും എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലും ഇത് ഓൺ ആവുന്നില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല. പോസ്റ്റ് അൺഅവൈലബിൾ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. എനിക്ക് ഈ ഒരു ടെലഗ്രാമിന്റെ ഐഡിയോ അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയോ ഒന്നും എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ ഇത് ഓൺ ആവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ ഒരു കാര്യം വിട്ടു. കാരണം അതെന്തായാലും അക്കൗണ്ട് ബ്ലോക്ക് ആക്കിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ അറിയാവുന്നവർക്ക് അറിയാലോ, ഇപ്പം എനിക്ക് ഷെയർ ചെയ്ത് തന്നവരാരും ഇത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട് ചെയ്ത് തന്നിട്ടില്ല. ഏറ്റവും കൂടുതലും ആളുകൾ എനിക്ക് അയച്ചു തന്നത് നിന്റെ ഫേക്ക് ഐഡി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇത് അയച്ചു തന്നത്. അപ്പം അതെനിക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് ആയി. കാരണം നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതും ഇതിൽ കൂടുതലും മെസ്സേജ് അയച്ചവരൊക്കെ എന്നെ അറിയാത്തവർ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് മാത്രം കാണുന്നവരാണ് കേട്ടോ. അപ്പം എനിക്ക് അവർ വന്നിട്ട് നിന്റെ ഫേക്ക് ഐഡി തുടങ്ങി എന്ന് പറഞ്ഞ് അയച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇതായി. കാരണം നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ വിലയിരുത്തുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ എന്തായാലും ഞാൻ ആ ഒരു സബ്ജക്ട് അവിടെ വെച്ച് ഞാൻ പിന്നെ ക്ലോസ് ആക്കി. ഞാൻ പിന്നെ മുന്നോട്ട് ഞാൻ പോകാഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും അത് പോയല്ലോ, ഇനിയും ഇതിന്റെ പുറകിന് വെറുതെ നടക്കണ്ട, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ആ ഒരു സബ്ജക്ട് വിട്ടിരുന്നു.
അങ്ങനെ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു. അത് ഞാൻ പിന്നെ എന്റെ ലൈവിലും അതേപോലെ തന്നെ ഞാൻ ഒരു സ്റ്റോറിയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാനല്ല, കാരണം കുറെ പേരിൽ അതൊരു തെറ്റിദ്ധിപ്പം, നമ്മൾ അറിയാവുന്നവർക്ക് മാത്രമേ അത് നമ്മൾ അല്ല എന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മളെ ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ആളുകളിലേക്ക് അതൊരു തെറ്റായ ധാരണയിൽ എത്തുമല്ലോ. കാരണം നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു വ്യക്തിത്വം ഉണ്ട്, നമ്മളിങ്ങനാണ് എന്നുള്ളൊരു വ്യക്തിത്വം ഉണ്ട്. അപ്പം അത് മറ്റൊരാൾ നമ്മളെ മോശമായിട്ട് കാണരുത്. കാരണം നമ്മളെ മോശമായിട്ട് കണ്ടതുകൊണ്ട് നമ്മളുടെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം സ്റ്റേഷനിൽ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറിയോ വീഡിയോസോ എന്തെങ്കിലും ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ലൈവിലും പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റോറിയും ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചു നേരം കണ്ടിട്ട് ആളുകൾ അത് വിടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വീഡിയോ ഇടണം എന്നേ ഞാൻ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഒന്ന് റിലാക്സ് ആയി വരികയായിരുന്നു. കാരണം എനിക്ക് പിന്നെ ആ ഒരു 2 എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറെ സപ്പോർട്ടിങ്ങും ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് കൂളായി. അങ്ങനെ ഞാനൊന്ന് റിലാക്സ് ആയി വന്ന് കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും ഇതാ കിടക്കണം വീണ്ടും ഇങ്ങനെ ആളുകൾ അയക്കാൻ തുടങ്ങി. നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഫേക്ക് ഐഡീസ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഇതേപോലെ മെസ്സേജുകൾ വരാൻ തുടങ്ങി. അപ്പോ ഞാൻ ആദ്യത്തെ 2-3 മെസ്സേജ് വന്നപ്പോഴും ഞാൻ ഓക്കെ കണ്ടു, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വിട്ടു. പിന്നെ ഈ മെസ്സേജുകൾ ഇങ്ങനെ ആദ്യം വന്നതിന്റെ അപ്പുറമായിരുന്നു രണ്ടാമത് വന്നതിനെക്കാട്ടിലും ഇരട്ടിയുടെ മെസ്സേജ് എന്റെ ഫുള്ള് എന്താ പറയാ DM ഫുള്ള് ഇത് മാത്രമായിരുന്നു. കാരണം ഇത് നിങ്ങളുടെയാണോ നിങ്ങളുടെ പേരിലുള്ള ഫേക്ക് ഐഡി തുടങ്ങി ഇതേപോലെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എന്റെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മുമ്പുള്ള ഐഡീസിലൊന്നും എന്റെ പേര് കൊടുത്തിട്ടില്ലായിരുന്നു. ഏതൊക്കെയോ ഒരു റെയർ ആയിട്ടുള്ള നെയിമായിരുന്നു കൊടുത്തിരുന്നത്, അതിലൊന്നും എന്റെ പേര് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ ടെലഗ്രാമിൽ തുടങ്ങിയ ഐഡിയും അതേപോലെ തന്നെ അതിനകത്ത് ഇട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പിന്നീട് എൻ്റെ പേരിൽ തുടങ്ങിയ ഐഡിയും. നിങ്ങൾക്ക് അതിനകത്ത് ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് എത്രത്തോളം പോയിട്ടുണ്ടെന്ന്. ഈ താഴെ കിടക്കുന്നത് അവൻ്റെ നമ്പറാണ്. അപ്പോൾ വേറെയും നമ്പർ ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ലാസ്റ്റായിട്ട് ഞാൻ സ്റ്റോറി ഇട്ട ടൈമിൽ അതിനകത്ത് ഫോളോവേഴ്സാണ് കേട്ടോ. ഇതാണ് അവൻ രണ്ടാമതിട്ട QR കോഡിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയണത്. പക്ഷെ ഈ ഐഡിയിൽ എന്റെ പേര് ഉൾപ്പെടെയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ നോർമലി ആളുകൾ നോക്കുമ്പോൾ അതിനകത്ത് വേറെ വൾഗർ വീഡിയോസ് ഒന്നും ഇല്ല. എന്റെ ഹൈലൈറ്റ്സ് വീഡിയോസ്, എന്റെ ഞാൻ സംസാരിക്കണ ലൈവിന് റിപ്ലൈ കൊടുക്കുന്ന വീഡിയോസുകൾ മാത്രമായിരുന്നു അത്. അപ്പൊ ആ വീഡിയോസ് കണ്ട് ആ ഒരു പേരും കാണുമ്പം ഇപ്പൊ ആരാണെങ്കിലും അതൊരു ഒറിജിനൽ ഐഡിയ ആണെന്നേ മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് മറ്റേതിലൊക്കെ ഒരു 200 സംതിങ് ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 1000 സംതിങ് ഫോളോവേഴ്സ് ഞാനത് കണ്ടു. അപ്പോൾ ഞാൻ കുറെ പേര് അയച്ചു തന്നു. ഞാൻ പറഞ്ഞ ഓക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ നിന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അത് 2000 സംതിങ് ഫോളോവേഴ്സായി. പെട്ടെന്ന് തന്നെ അത്ര 1000 സംതിങ് ഫോളോവേഴ്സ് കയറി എന്നുള്ളൊരു ഇതായി. അങ്ങനെ ഒരു 3 days കൊണ്ട് ഞാൻ നോക്കുമ്പോൾ 10.7K ഫോളോവേഴ്സ് ആയത്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഐഡിയും കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ മുകളിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ടായിപ്പോയി. കാരണം ഇത്ര പെട്ടെന്ന് തന്നെ ഒരു 10.7K ഫോളോവേഴ്സ് അത് കയറണം എന്നുണ്ടെങ്കിൽ അതൊരു ജെനുവിൻ അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ പേര് അതേപോലെ തന്നെ എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആഡ് ചെയ്ത് DP ഉൾപ്പെടെ എന്റെ യൂട്യൂബിൽ നിന്നുള്ള എടുത്ത ഫോട്ടോസും ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ നോർമലി കാണുന്നവർക്ക് അതൊരു ഒറിജിനൽ ഐഡിയ ആയിട്ട് തന്നെ തോന്നും എന്നുള്ള രീതിയിലായിരുന്നു. അത് മാത്രമല്ല നമ്മൾ ഫേക്ക് ഐഡീസ് എന്നൊക്കെ പറയുമ്പോൾ ഫോളോവേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആളുകൾ കൂടുതലും അത് മൈൻഡ് ചെയ്യാറില്ല. ഇതിപ്പോ ഇത്രയും റീച്ചിങ് ആയപ്പോഴത്തേക്കും ഞാൻ ടെൻഷനായി. കാരണം ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇതിങ്ങനെ ഓരോ ആളുകളിലേക്കും ഇങ്ങനെ ഷെയർ ആയിക്കൊണ്ടിരിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്റെ യൂട്യൂബിന്റെ കമന്റ് വരെ ഇതായിരുന്നു. യൂട്യൂബിന്റെ ലൈവിന്റെ കമന്റ് വരെ നിങ്ങളുടെ ഇതിൽ ഫേക്ക് ഐഡീസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്നെ അറിയാത്തതും അറിയാവുന്നതുമായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു. നിന്റെ പേരിൽ ഇങ്ങനെ ഫേക്ക് ഐഡീസ് തുടങ്ങിയിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കയറി അതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് നിന്റെ അല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. നോർമലി അത് കാണുന്നവർക്ക് ഒരു ജെനുവിൻ അക്കൗണ്ട് ആയിട്ട് തന്നെ തോന്നും എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഞാൻ വളരെ ടെൻഷനായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ ഓരോ ടൈം കഴിയുന്തോറും ഓരോ സെക്കൻഡുകൾ കഴിയുന്തോറും ഞാനിങ്ങനെ ഓരോരുത്തരെയും കൊണ്ട് ആ ഒരു അക്കൗണ്ട് ഞാനിങ്ങനെ ചെക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതെങ്ങനെയാണ്, എന്തുകൊണ്ട് നിലവിലുണ്ടോ, അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതിഗത എന്താണെന്ന് അറിയാനായിട്ടൊക്കെ ഞാനിങ്ങനെ ഓരോരുത്തരോടും ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അവരൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയണത്, അവരൊക്കെ ചെക്ക് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴത്തേക്കും അയ്യോ ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഇതിന് മാത്രം ഇത്രയും ആളുകൾ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഇതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ ചിന്തിച്ചു. പിന്നാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഫോളോവേഴ്സിന്റെ ആ ഒരു ലിസ്റ്റും, അതായത് അതിൽ നിന്ന് തിരിച്ചു ഫോളോ ചെയ്തേക്കണം. അതിനകത്ത് കുറച്ച് പേരെയാണ് തിരിച്ചു ഫോളോ ചെയ്തേക്കണം. അപ്പൊ ആ ഒരു ഫോളോയിങ് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് ഫോളോ ചെയ്തേക്കണമെന്നും അത്രയ്ക്ക് നല്ല ഫോളോവേഴ്സ് അല്ല. അപ്പൊ ആ ഒരു ഫോളോവേഴ്സ് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നോർമലി ആളുകൾ ഇതേപോലെ ഇങ്ങനെ എന്താ പറയാ KP ഒക്കെ കൂടി നിൽക്കണവർ കാണുമല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാനും അതേപോലെ അതിനകത്ത് മെസ്സേജ് അയക്കാനും ഒക്കെ തോന്നും. അങ്ങനെ അതിന്റെ ഫോളോവേഴ്സ് കൂടിയതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഞാൻ ആ ഒരു ഐഡിയുടെ നെയിമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതൊന്ന് റിപ്പോർട്ട് അടിക്കൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം എന്തായാലും ഞാൻ ആ ഒരു സ്റ്റോറി ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഐഡി റിപ്പോർട്ടായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ ടെൻഷനായത് കാരണം എനിക്ക് തന്നെ ഒരു 7K ആകുന്നതേ ഉള്ളൂ എന്റെ ഫോളോവേഴ്സ് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത്രയും അതിനെക്കാട്ടിലും കൂടുതൽ എന്റെ ഫേക്ക് ഐഡി കൊണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചത് നിന്റെ ഫേക്ക് ഐഡിക്ക് ഇത്രയും ഫോളോവേഴ്സോ, നിനക്കില്ലാത്ത ഇത്രയും ഫോളോവേഴ്സ് ആണല്ലോ നിന്റെ ഫേക്ക് ഐഡീസിനെന്ന്. പിന്നെ നമ്മളത് റിയലൈസ് ചെയ്യണം, ഞാനിടുന്ന നോർമൽ കാര്യങ്ങളും വീഡിയോസും ഒക്കെയാണ്. അതിനകത്ത് വന്നേക്കുന്ന വീഡിയോസ്, അതായത് വീഡിയോസ് അല്ല, അതിനകത്തിടുന്ന ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് കൂടുമല്ലോ, കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ എണ്ണം ഇതിലും അപ്പുറമാണല്ലോ ഇതേപോലെ നടക്കുന്ന ആളുകൾ. അപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കോളുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എടി നിന്റെ പേരിൽ ഇങ്ങനെ ഫേക്ക് ഐഡീസ് തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും നീ ചെയ്യ്, അതിനകത്ത് വൾഗറായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് പൊക്കോണ്ടിരിക്കണേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ. അപ്പൊ വലിയ വലിയ പേയ്മെന്റുകളൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത് കേട്ടോ. അതാണ് രസം. ഞാൻ തന്നെ വിചാരിച്ചു ഇത്രയും ആരാധകരോന്ന്. കാരണം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, കാരണം ഇങ്ങനെ വലിയ വലിയ ഫെയിമായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ അതേപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ വലിയ വലിയ ആക്ടേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇതേപോലെ വേറെ ഐഡിയ ഒക്കെ പേരൊക്കെ ഇട്ട് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സെയിം പേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെപ്പോലെ ഒരു സാധാരണ ഒരു വ്യക്തിയുടേത്, അതും കുഞ്ഞൊരു ചാനലും ചെറിയൊരു ഇൻസ്റ്റഗ്രാം ഐഡിയ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണ എന്റെ ഒരു ഇതില് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഞാൻ എന്റെ ഒരു കസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അതിന്റെ ഒരു കമന്റ് ലിസ്റ്റ് എടുത്തിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരൂ, അതായത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ എനിക്ക് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അപ്പോഴത്തേക്കും എനിക്ക് എന്റെ ടെൻഷൻ കൂടി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഏറ്റവും കൂടുതലും അതിനകത്ത് പുറത്തുനിന്നുള്ള ആളുകളായിരുന്നു അതിനകത്ത് കമന്റ് സെക്ഷനിലും ഫോളോവേഴ്സ് ലിസ്റ്റും ഉണ്ടായിരുന്നത്. പിന്നെ ഈ മലയാളികളായിട്ടുള്ള മാമന്മാരെല്ലാം അറിയാമല്ലോ, പിന്നെ നമ്മളെ ഉപദേശിക്കാനുള്ള മാമന്മാരുടെയൊക്കെ കമന്റ് ആയിരുന്നു അതിനകത്ത് കണ്ടത്. അതിപ്പം ചിലപ്പം ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് അതൊരു ജെനുവിൻ അക്കൗണ്ട് ആണെന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള ഒരു കമന്റ്സ് ഒക്കെ വന്നത്. ഞാനതൊന്നും മൈൻഡ് ആക്കുന്നില്ല, കാരണം നമ്മളുടെ അക്കൗണ്ട് അല്ലല്ലോ, അതൊരു ഫേക്ക് ഐഡി ആണെന്ന് മനസ്സിലായി. പക്ഷെ എന്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോസും വീഡിയോസും ആണല്ലോ അതിനകത്ത് കിടക്കുന്നത്. ആ ഒരു വിഷമം മാത്രമേ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഐഡിയിൽ തന്നെ കുറെ സ്ക്രീൻഷോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് പേയ്മെന്റ് അയച്ചു കൊടുത്തതിന്റെ കുറെ സ്ക്രീൻഷോട്ടുകൾ കണ്ടായിരുന്നു. അപ്പം ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആളുകൾ നമ്മുടെ ലോകത്തുണ്ടെന്നുള്ളത് കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ ഈ സ്ക്രീൻഷോട്ടൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇപ്പൊ ഞാനിതൊരു സ്മൈലോട് കൂടിയാണ് പറയണെന്നുണ്ടെങ്കിലും അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി. കാരണം നമ്മളുടെ ഒരു ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടാണല്ലോ ഇങ്ങനെ ഒരു പേയ്മെന്റ് കൊടുത്ത് ആളുകൾ ഇങ്ങനെ കെയർ ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഭയങ്കര ടെൻഷനായി പോയി. കാരണം നമ്മളുടെ ഒരു ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത രീതി എന്നുള്ളത് വെച്ചിട്ട് നോക്കുമ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നി. പിന്നെ ഞാൻ മനസ്സിലാക്കണോ, എനിക്ക് എന്നെ അറിയാം, എന്നെ മനസ്സിലാക്കണവർക്ക് എന്നെ അറിയാം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഞെട്ടി കേട്ടോ. കാരണം അതിനകത്ത് നല്ല പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് എടുത്തതിന്റെ, അതായത് അവരുടെ മെസ്സേജ് ഉൾപ്പെടെ ആ സ്ക്രീൻഷോട്ടിലുണ്ട്. ഓരോരുത്തരും മെസ്സേജ് അയക്കണതും ഇതിന് എത്ര രൂപയാണെന്ന് ചോദിക്കണതും അതേപോലെ പൈസ പേയ്മെന്റ് അയച്ചു കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വീണ്ടും ഒരു QR കോഡ് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു QR നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതും ഒരു ഹിന്ദി നെയിം ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ UP, അതായത് ഈ പേയ്മെന്റ് പോകണ അക്കൗണ്ട് നമ്പർ ഹിന്ദിക്കാരുടെയാണ്. ഇത് മലയാളി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഹിന്ദിക്കാരന്റെ UPI ID അതിനകത്ത് ആഡ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയതാണോ, അതോ ഇനി ഹിന്ദിക്കാര് തന്നെ ആണോ ഇങ്ങനെ ആക്കിയെന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. എന്തായാലും വളരെ ബുദ്ധിപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ വളരെയധികം എന്താ പറയാ, സ്ക്രീൻ റെക്കോർഡിംഗ് ആണെങ്കിലും അല്ലാതാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ എടുത്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് വളരെയധികം ബുദ്ധിപരമായിട്ട് നീങ്ങുന്ന ഒരാളാണെന്ന് മനസ്സിലായി. കാരണം എന്റെയും ഹസ്ബൻഡിന്റെയും ഫോണിൽ നിന്ന് ഈ രണ്ട്, അതായത് ടെലഗ്രാമും ഇൻസ്റ്റാഗ്രാമും ഓപ്പൺ ആകുന്നില്ലായിരുന്നു, അൺഅവൈലബിൾ എന്ന് പറഞ്ഞായിരുന്നു കാണിക്കുന്നത്. എനിക്ക് അതിന്റെ ഒരു ഐഡിയും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. പുറത്തുള്ളവർക്കാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പം ഓൾറെഡി നമ്മളെ ബ്ലോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് ചെയ്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും നമുക്കത് കിട്ടാതിരിക്കില്ലല്ലോ.
അപ്പോൾ നമുക്കന്ന് കിട്ടിയ ആ 2 നമ്പറും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലോ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനല്ല ഇത് ചെയ്തത്, അവൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല, അവന്റെ ബാങ്ക് ഇങ്ങനെ മിസ്യൂസ് ആയോ എന്നുള്ളത് അറിയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവൻ ഇതിനകത്ത് സംസാരിച്ചത്. അപ്പൊ അതിന്റെ കോൾ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ആക്കണില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവൻ സംസാരിച്ചത്. പിന്നെ അതിനുശേഷം അവൻ DP റിമൂവ് ചെയ്ത് പോവുകയും ബ്ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തായിരുന്നു. അപ്പൊ മേ ബി ചിലപ്പം അവനും ഇതിനകത്ത് ഉള്ളതായിരിക്കാം. ഇനിയിപ്പോ അവൻ അങ്ങനെ റിമൂവ് ആക്കി പോയി, ചിലപ്പോൾ പേടിയോ ടെൻഷനോ കൊണ്ട് പോയതായിരിക്കാം, ചിലപ്പോൾ ഇതിനകത്ത് ഉള്ളതായിരിക്കാം, ഒന്നും നമുക്കറിയില്ല. പെട്ടെന്ന് അവൻ നമ്മളെ ബ്ലോക്ക് ആക്കി DP റിമൂവ് ആക്കി പോയിട്ടുണ്ട്. അപ്പൊ ആ 2 നമ്പറും എന്തായാലും ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അങ്ങനെ എന്തായാലും നമ്മൾ ആ ഒരു ഇത് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അവന്റെ ഐഡിയും അതേപോലെ തന്നെ അവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിന് ഞാൻ ഷെയർ ആക്കിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും എനിക്ക് ഐഡിയ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു 80% ആളുകളോട് ചോദിച്ചപ്പം ആ ഒരു ഐഡിയ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഓൾറെഡി എനിക്കത് കാണാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഹസ്ബൻഡിനും അത് കാണാൻ പറ്റത്തില്ലായിരുന്നു ആ ഒരു ഐഡി. അപ്പൊ അത് കണ്ടു. ഇനിയിപ്പോ ബ്ലോക്ക് അടിച്ച് പോയവർക്ക് മാത്രമാണോ ആ ഒരു ഐഡി കാണാത്തേ എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ അല്ലാതെ ആളുകളോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഐഡി പോയിട്ടുണ്ട്, ആ ഒരു ഐഡി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഐഡി പോയി, ആ ഒരു ഐഡി അടിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞതിന്റെ വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ നെക്സ്റ്റ് ഐഡി വീണ്ടും ക്രിയേറ്റ് ആയി. വേറെ എന്താ പറയുക, കരിഷ്മ എന്നുള്ളൊരു പേരിൽ അടുത്ത ഐഡി വീണ്ടും ക്രിയേറ്റ് ആയി എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വീണ്ടും എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി, നിങ്ങളുടെ പേരിൽ വീണ്ടും അടുത്ത ഐഡി ക്രിയേറ്റ് ആയി, വീണ്ടും അടുത്ത ഐഡി ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഞാൻ ഇതാക്കി. കാരണം നമ്മളിനിയിപ്പോ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. നമ്മളിനി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡൗൺ ആയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്താന്ന് വെച്ചാൽ മുന്നോട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എന്തായാലും ആ ഒരു അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ചു, ആ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ആയത്. പുതിയതായിട്ട് ക്രിയേറ്റ് ആയ ഐഡിയും നമ്മൾ ബ്ലോക്ക് ആക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനി ഇത് മുന്നോട്ടുള്ള എന്താണെന്നുള്ളത് അപ്ഡേഷൻസ് ഒന്നും ഞാനിപ്പോ ഇതിനകത്ത് പറയണില്ല. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഞാൻ സ്ക്രോൾ ചെയ്ത് ഇതേപോലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത സമയത്ത് ഇതേപോലുള്ള 2 വ്യക്തികൾ, അതായത് ഒരു ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു കുട്ടിയുടെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലുള്ള ഒരു കുട്ടി ഇതേപോലെ ഒരു ഷോർട്സ് വീഡിയോസോ ഈ സെയിം സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് വീഡിയോസ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് മാത്രം ഉണ്ടായ എക്സ്പീരിയൻസ് അല്ല, ഇത് കുറെ പേർക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണ്, ഇത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും, അപ്പം എന്നോട് കുറെ പേര് പറഞ്ഞു നീ ഇത് ജസ്റ്റ് ഒരു വീഡിയോസ് ഇടും, ചിലപ്പം ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിനക്ക് അറിയാൻ സാധിക്കുമല്ലോ, അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. അപ്പോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരിക്കലും ഇതൊരു കണ്ടന്റ് ആക്കി ഇടുന്ന വീഡിയോ അല്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതേപോലെ തന്നെ ഇതേപോലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കമന്റ് ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തണം. കാരണം നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അരിയും പച്ചക്കറിയും വാങ്ങേണ്ട പൈസ കൊണ്ട് കിടന്ന് നാട്ടിലുള്ള ഹിന്ദിക്കാർക്ക് കാജാബീഡിയും തമ്പാക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആങ്ങളമാരെ മാമന്മാരെ നിങ്ങളോടൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡി, ഏതെങ്കിലും പെൺകുട്ടികളുടെ ഐഡീസോ ഫോട്ടോസോ ഒക്കെ വെച്ചിട്ട് ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് ടെലഗ്രാമിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ഇത്ര രൂപ ഇതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ഈ പേയ്മെന്റ് അയക്കണ അമ്മാവന്മാരോടൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത്. നിങ്ങൾ നോക്കിയും കണ്ടും എന്താന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങൾക്കിപ്പം നിങ്ങളെ നേരെയാക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പൈസ കളയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്തിനാണ് വെറുതെ ഹിന്ദിക്കാരന്മാർക്ക് കൊണ്ടുവന്ന് തമ്പാക്ക് വലിക്കാനായിട്ട് പൈസ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റുകൾ ചെയ്യുക. അപ്പൊ പൈസ പോയവർ എന്തായാലും പോയ പൈസ പോയവന്മാരും ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാൻ പറയും, അവന്മാര് പേയ്മെന്റ് അയച്ചു കൊടുക്കും. പേയ്മെന്റ് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവന്മാരുടെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് അവന്മാര് പോകും. അപ്പൊ ഈ പേയ്മെന്റ് പോയവന്മാർക്ക് എന്തായാലും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ആരോടും പോയി പറയാൻ പറ്റില്ലല്ലോ ഞാൻ എപ്പടം കാണാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ട് കൊടുത്തു, പക്ഷേ എന്താ പറയാ ആ പൈസ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആരും കംപ്ലൈന്റ് കൊണ്ട് കൊടുക്കില്ല. അപ്പൊ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ഏതോ ഒരു ഹിന്ദിക്കാരനോ മലയാളിയോ ആരുടെയോ ഒരു അക്കൗണ്ടാണ് അത്. അപ്പോ എന്താ പറയാ മറ്റുള്ളവരെ വിറ്റ് ജീവിക്കാന്നൊക്കെ പറയില്ലേ, വെറുതെ മറ്റുള്ളവരുടെ മാനം വിറ്റ് ജീവിക്കാന്നൊക്കെ പറയണം. അപ്പൊ അങ്ങനെ എന്തോ ഉണ്ടായ ഏതോ ഒരു പിതൃശൂന്യനായ ഒരുത്തന്റെ ഫേക്ക് ഐ ഡി ആണത്. ഫേക്ക് ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ചിട്ട് അവൻ തുടങ്ങിയ ഒരു ഫേക്ക് ഐ ഡി ആണത്. അപ്പോ ഈ പൈസ അയക്കുന്നവരോടാണ് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് എനിക്കാകെ ഒരൊറ്റ ഐഡിയ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫോട്ടോസും വീഡിയോസോ എന്തെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും പേയ്മെന്റ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അതിൽ ഞാൻ യാതൊരുവിധ ഉത്തരവാദിയുമല്ല. ഞാൻ പറഞ്ഞു എനിക്കാകെ 3 അക്കൗണ്ടേ ഉള്ളൂ. ആ ഒരു അക്കൗണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇനി വേറെ ഏതൊരു അക്കൗണ്ടിൽ നിന്നോ ഏതൊരു ടെലഗ്രാമിൽ നിന്നോ എന്റെ ഫോട്ടോസോ വീഡിയോസോ വെച്ചിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്താലും ഞാൻ യാതൊരുവിധ ഉത്തരവാദിയല്ല. അത് നിങ്ങൾ കൊടുക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ തീർത്തോ. പിന്നെ ഇതിന് മുൻപോട്ടുള്ള എന്താണ് ഞാൻ ചെയ്യണേന്നുള്ളതിന്റെ അപ്ഡേഷൻസ് ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ലീഗലി മൂവ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് കുറെ ഹെൽപ്പിംഗ് ആയിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ അത് മിസ്യൂസ് ആക്കി കുറെ പേര് മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരോടും എന്താ പറയാ എനിക്കൊരു സഹതാപം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കുറച്ച് ആളുകൾ, അതായത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നിന്ന് കുശുകുശിക്കുന്ന കുറച്ച് ആളുകൾ, അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ഇതിൽ 2 തരം ആൾക്കാരാണ്. ഒന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ, നമ്മൾ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കി നമ്മളെ നന്നായിട്ട് അറിഞ്ഞ് നിൽക്കുന്ന കുറച്ച് നല്ലവരായ ആളുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വേണ്ടപ്പെട്ടവർ തന്നുള്ള 2ാമത്തെ ലിസ്റ്റാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. അതായത് നമ്മുടെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ ഇവള് പിന്നെ എന്തിനാണ് ഇതിനകത്ത് കയറി ഇരിക്കണേന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇവക്ക് ഇതിന്റെ ജോലി ഉണ്ടോ, ഇവളിനകത്ത് വന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ നേടണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്ന കുറെ ആളുകൾ, ഇതും നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. നമുക്ക് ന്യൂസ് അപ്പോൾ അത് കിട്ടുവേ, അപ്പൊ അതും നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അതൊന്നും നോ പ്രോബ്ലം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം നമുക്ക് ചെലവിന് തരുന്ന അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ ഒരു ഡ്രീം, എന്റെ ഒരു പാഷൻ ആണെന്ന് തന്നെ കരുതിക്കോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നില്ല. ഓരോ ആളുകളും ഓരോ രീതി ആയിരിക്കുമല്ലോ. അപ്പം എല്ലാവരും അവരവരുടെ രീതിയിൽ ചിന്തിച്ചോട്ടെ. ഞാൻ എന്തായാലും ഞാൻ പെട്ടെന്നൊന്നും ഈ ഒരു സോഷ്യൽ മീഡിയ നിർത്താനായിട്ട് ഞാൻ തീരുമാനിക്കണില്ല. എനിക്ക് തന്നെ തോന്നണം ഇത് വേണ്ടാന്ന്. എനിക്ക് തോന്നണ ഏത് സമയമാണോ ആ സമയത്ത് മാത്രമേ ഞാനിത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അതെനിക്ക് തോന്നണം. എന്റെ ഒരു ഡ്രീം സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഇത് നിർത്തുമായിരിക്കാം, ചിലപ്പോൾ നിർത്തില്ലായിരിക്കാം, ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരിക്കാം. അതൊക്കെ പിന്നീട് ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് ആളുകൾ കാണുമല്ലോ. തളർത്താനുള്ള ആളുകൾ അവിടെ നിന്ന് തളർത്തിക്കോട്ടെ. ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുക തന്നെ ചെയ്യും. പിന്നെ ഇത് കാണുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇത് മാക്സിമം, ഇത് ഒരിക്കലും ഒരു കണ്ടന്റ് അല്ല. എനിക്ക് ഒരു വീഡിയോ ഷെയർ ആയിപ്പോയി അല്ലെങ്കിൽ ഇതിൽ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും കിട്ടാനായിട്ട് പോകണില്ല. അപ്പൊ പറ്റുന്നവരെന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയണത്. അപ്പം ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൽ ഈ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടാവുമായിരിക്കും. അപ്പൊ ഇതിന് മുന്നോട്ടുള്ള അപ്ഡേഷൻസ് ഞാൻ ഇതിനകത്ത് എനിക്കിപ്പോ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു ഇതില് ഇപ്പം ഈ ഒരു അക്കൗണ്ടൊക്കെ ബ്ലോക്കായി എന്നുള്ളതാണ് ഞാൻ അറിയണത്. അപ്പം ഇനി മുന്നോട്ട് എന്തായാലും ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഓരോ ID ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് ID അത് ക്രിയേറ്റ് ആയി വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ടാർഗറ്റ്, അത് നമ്മൾ ഇതിന് മൂവ് ആകുന്നില്ല എന്നവർക്കൊരു ധാരണ അല്ലെങ്കിൽ തോന്നൽ ഉണ്ടായിട്ടായിരിക്കണമല്ലോ അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണത്. അപ്പം എന്തായാലും ഇതിനൊരു തീരുമാനം നമ്മൾ എത്തും കേട്ടോ. കാരണം ഇല്ലാണ്ട് അത് മൈൻഡ് ആക്കാണ്ടൊന്നും നമ്മൾ ഇരിക്കണില്ല. അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് ഇനി എന്തായാലും പുതിയത് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടാം, ചിലപ്പോൾ വീഡിയോ ഇടാതിരിക്കാം. എന്തായാലും എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ ഇതിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഡീമായിട്ട് മെസ്സേജ് അയക്കട്ടോ. നമുക്ക് എന്താന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാൻ കേട്ടോ. അപ്പൊ നമുക്കത് എന്താന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഇതിനകത്ത് എക്സ്ട്രാ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇങ്ങനെ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കി പുതിയ ID ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മഹാനാട് ആണ് കേട്ടോ പറയണത്. വല്ല മണ്ണും വാരത്തിൽ നിന്ന് ജീവിക്കാൻ നോക്കുക. മറ്റുള്ള സ്ത്രീകളുടെ മാനോ നാണോ വിറ്റ് ജീവിക്കാതെ വല്ല മണ്ണ് വാരി തിന്നാനായിട്ട് ശ്രമിക്കുക. ഇത് മലയാളിയാണോ ഹിന്ദിക്കാരനാണോ എന്നുള്ളതൊക്കെ നമുക്ക് പുറമെ അറിയാം കേട്ടോ. എന്തായാലും അവന്റെ QR കോഡും നമ്പരും ഒക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ആർക്കെങ്കിലും താല്പര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മൂവ് ചെയ്യും കേട്ടോ. നമ്മളത് മൂവ് ചെയ്യാതൊന്നും ഇരിക്കില്ല. പക്ഷെ അതിന്റെ അപ്ഡേഷൻസ് ഒന്നും ഞാനിപ്പോ ഇതിനകത്ത് പറയില്ല. ചിലപ്പം അവരെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് മാറും ഇത്. അപ്പൊ അതൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്നെ മനസ്സിലാക്കി എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് മെന്റലി എന്നെ നല്ല സ്ട്രോങ് ആക്കിയ കുറച്ച് ആളുകളുണ്ട് ഇതിനകത്ത്. അവരോടെല്ലാരോടും ഞാൻ താങ്ക്സ് പറയണു. എത്ര പറഞ്ഞാലും മതിയാവല്ലോ കേട്ടോ. എന്നെ അത്രത്തോളം എന്നെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോ എല്ലാം കൂടെ ഞാൻ ഷെയർ ആക്കണില്ല. കാരണം ഇത് കേൾക്കണവർക്ക് തന്നെ കുറെയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ബോറായി പോവും. ഇതില് ഈ ലൈവിലും വന്ന് കുറെ ബാഡ് കമന്റ് അടിക്കുന്ന കുറെ മഹാനായ കുറെ മഹതികളും മഹാന്മാരും കുറെ ഫേക്ക് ഐഡീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇതിന്റെ റൂളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് നമ്മുടെ സൈബർ സെല്ലിനെതിരെയായിട്ടുള്ള കുറെ മോശമായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് ഇത് അവർക്ക് വീണ്ടും ഇത് തെറ്റുകൾ ചെയ്യിപ്പിക്കാനായിട്ട് തോന്നിപ്പിക്കണത്. അപ്പൊ എന്തായാലും അതിനെതിരെ നമുക്ക് ചെയ്യണം. കാരണം അത് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊന്നും
ഇതൊന്നും അങ്ങനെ വെറുതെ പോകണ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ മാറി നിന്ന് കുത്തുന്നവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.